ആഹാ ഇതെന്ത് ജ്യൂസ് എന്നല്ലേ, ഇത് പച്ചമാങ്ങ ജ്യൂസ്. ഇത് ജസ്റ്റ് പറഞ്ഞുതരാം ഇത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന്. റെസിപ്പി ആയിട്ടല്ല, ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ഞാനൊരു പച്ചക്കറി കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അച്ചിങ്ങയില്ലേ, നല്ല പിഞ്ചച്ചിങ്ങ, കുറച്ച് വെണ്ടക്ക ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. മെഴുക്കുവരട്ടി ചിലർ ഉപ്പേരി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പച്ച കളർ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ മെഴുക്കുവരട്ടി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ വെണ്ടക്ക വട്ടത്തിലാണ് അരിഞ്ഞത് കേട്ടോ, കുറച്ച് നീളം കഷ്ണത്തിൽ തന്നെ. അങ്ങനെ അരിഞ്ഞ് കൊള്ളുമോ, കഴിക്കാൻ പറ്റുമോ എന്നൊന്നും ചിന്തിക്കേണ്ട, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മെഴുക്കുവരട്ടി. ഇതെങ്ങനെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാം, ഈ കളറിൽ തന്നെ കിട്ടാനായിട്ട്. ഇതിന് വേണ്ടി നമ്മൾ എണ്ണ ആദ്യം ഒഴിക്കണം, കുറച്ച് പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം വെണ്ടക്ക ഇടുക, ഒന്ന് ഇളക്കുക, പച്ചമുളക് ഇടുക. എണ്ണയ്ക്കകത്ത് തന്നെ ഇത് രണ്ടും കുറച്ച് വഴറ്റിയെടുക്കുക. വെണ്ടക്കായ്ക്ക് സവോള ചേർക്കേണ്ട കേട്ടോ, ഇത് അച്ചിങ്ങയാണ്. ഞാൻ ഈ വെണ്ടക്ക പറയുന്ന പോലെ തന്നെ അച്ചിങ്ങയും ചെയ്താൽ മതി. അപ്പം എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചതിന് ശേഷം വെണ്ടക്ക ഇട്ട് ഇളക്കുക. അതിനുശേഷം പച്ചമുളക് ഇടുക. ഇത്തിരിയും കൂടി വഴന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഉപ്പിടുക, പൊടി ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. മൂടി വെക്കണ്ട, മൂടി വെച്ചാൽ ശരിയാകത്തില്ല, ഈ കളർ കിട്ടത്തില്ല കേട്ടോ. മൂടി വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അത്യാവശ്യം ഒന്ന് വേകാനായിട്ട് ജസ്റ്റ് ഒരു ഇടയ്ക്ക് 1 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് മൂടി വെക്കുക. അറിയാമല്ലോ, അങ്ങനെ ചെയ്യുക. അങ്ങനെ തന്നെ ഇളക്കുക. അത് ശരിക്കും വഴന്നു വന്നു കഴിയുമ്പോൾ ഒരു അരിക്ക് വെള്ളം തളിച്ചോ, വേണമെങ്കിൽ ഈ മുരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പൊട്ടിക്ക് വെള്ളം തളിച്ചോ, വഴുവഴുപ്പുണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണേ. അതിപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുറ്റത്താണ് കഞ്ഞി വെക്കുന്നത്. ഇതാണ് എൻ്റെ അടുക്കള. പക്ഷെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ, അവിടെയും കുറച്ച് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കുറച്ച് അയാൾ വെച്ച് തുടങ്ങിയിട്ട് ഫ്രണ്ടിലോമാർ നശിപ്പിച്ചപ്പം അതാരാന്ന് നോക്കി വന്ന് വെക്കണേ. അതുപോലെ തന്നെ അച്ചിങ്ങ അരിയുക, സവോള ഇട്ട് വഴറ്റുക, പച്ചമുളക് ഇടുക, പച്ചമുളക് കീറിയിടണേ. അതിന് ശേഷം അച്ചിങ്ങ ഇടുക, കുറച്ച് വഴറ്റുക. അതിന് ശേഷം ഉപ്പിടുക, വീണ്ടും ഇളക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു പൊടിക്ക് വെള്ളം തളിച്ച് കൊടുക്കുക, വീണ്ടും വേവിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ മുരിഞ്ഞു പോയിരിക്കും, ഡ്രൈ ആയിട്ട് വരുന്നെന്ന് തോന്നുമ്പോൾ മാത്രം ഒരു കൈക്കൊരു കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുക്കുക. വെണ്ടക്കായ്ക്ക് ഒരു പ്രാവശ്യം മാത്രമേ തളിക്കുള്ളൂ, ഒത്തിരി തളിക്കണ്ട കേട്ടോ. വെണ്ടയ്ക്ക ഒരു ചെറിയതുണ്ടല്ലോ, എന്നിട്ട് അങ്ങനെ തന്നെ തുറന്ന് വെച്ച് ഇളക്കി റെഡിയാക്കുക. ഇതിപ്പോൾ മാങ്ങ കറിയായിട്ട് വെച്ചതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കുക, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3ഉം കൂടെ എണ്ണയിലിട്ട് വഴറ്റുക. അതും കടുക് വറുക്കുക. കടുക് വേണമെങ്കിൽ വറുത്താൽ മതി കേട്ടോ. കടുക് വറുത്ത് മാങ്ങ അതിനകത്ത് ഇളക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ചൂടാക്കുക, അതിനകത്തിട്ടിടുക, ഇളക്കുക. സെറ്റ് കറി. അത് ശരിക്കും ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ ജ്യൂസ്. പച്ചമാങ്ങ നന്നായിട്ട് തൊലികളും ചെത്തിയെടുക്കുക. ഇഞ്ചിയും പച്ചമാങ്ങയും പഞ്ചസാരയും കൂടി അടിക്കുക, കുടിക്കുക. ഇപ്പം ഞാൻ അമ്പലത്തിരുന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നത്. ഇപ്പം എനിക്കിത്തിരി കിട്ടിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഇത് ഇന്നലെ ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഭയങ്കര ദാഹം, ഭയങ്കര ചൂട്. അപ്പം ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പച്ചമാങ്ങ നല്ല ഹെൽത്തിന് നല്ല സംഭവമാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ. എന്തൊരു രസമല്ലേ, ഇങ്ങനെ ഈ ഇതിലൂടെ ഇപ്പം ഒട്ടും നമുക്ക് ബോറടിക്കത്തില്ല. നല്ല രസമാണ്. ഇവിടുന്ന് അവിടം വരെ ഇങ്ങനെ നമ്മുടേതായ ലോകത്തങ്ങ് നടന്നു പോകാം. പശുക്കളും കിളികളും, പ്രകൃതി രമണീയമാണ് ഞങ്ങളുടെ നാട് കണ്ടോ. ഇതിലൂടെ ഞാൻ തന്നെ അമ്പലത്തിലോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. ചിലപ്പോൾ എൻ്റെ മക്കൾ കൊണ്ടാക്കും, ശർമ്മക്കുട്ടൻ സൈക്കിളൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ മൂർത്തി ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇപ്പം നല്ല വെയിലല്ലേ, കുഞ്ഞുങ്ങളെ നടക്കത്തില്ല. ഇതിലാകുമ്പോൾ നമുക്ക് തണലൊക്കെ പറ്റി ചേർന്ന് പോരാമല്ലോ. വേണ്ട, കണിക്കുന്നൊക്കെ നല്ല പൂത്ത് നിൽക്കുകയാണ് എല്ലായിടത്തും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് കേട്ടോ വരുന്നത്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ പശുക്കുട്ടൻ തന്നെ നോക്കിക്കണേ. കണ്ടോ, ഇതൊക്കെ നിത്യവസന്തം, അതൊന്നും ഉണ്ടാകും ഇതുപോലെ തന്നെ. എത്ര വേനലായാലും നമ്മുടെ സ്ഥലം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. കരിഞ്ഞുണങ്ങിയൊന്നും കണ്ടിട്ടേ ഇല്ല ഇവിടെ. പിന്നെ മഴയാകുമ്പം നമുക്ക് ഇത്തിരി പാടാന്നേ ഉള്ളൂ. ഈ കണ്ടം നമ്മൾ ഫുള്ള് നീന്തി വേണം അക്കരയ്ക്ക് ചെല്ലാനായിട്ട്. പിന്നെ വെള്ളം വറ്റി വരുമ്പം ചെളിയും അതെല്ലാം ചവിട്ടി വേണം പോകാനായിട്ട്. ആ പൂവില്ലേ, പോളപ്പൂവ്, അത് ഞാൻ വീട്ടിൽ കുറച്ച് കൊണ്ടുവന്നെടുത്ത് ചട്ടിക്കകത്ത് വെച്ചാലെന്ന് ഓർക്കുക. ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ മനോഹരമായ കാഴ്ചകൾ. അമ്പലത്തിലോട്ട് പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ. ഇതിപ്പം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സെയിൽ നടക്കുന്ന ചെടിയാണ്. നമ്മുടെ നാട്ടിൽ പുല്ലാന്തി എന്ന് പറയും. അതായത് ഞാൻ ഒത്തിരി പേര് ഇതിൻ്റെ ഗാർഡൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കര കെയറിങ്ങോടുകൂടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാട്ടിയടിയാണേലും എത്ര രസമല്ലേ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നോക്കിയാൽ ഇതൊക്കെ കണ്ടു പോകുമ്പോൾ എവിടെ ബോറടിക്കാനാണ്. വെയിലിൻ്റെ ചൂടും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമ്മളങ്ങനെ നടന്നങ്ങനെ പോവും, ഇതൊക്കെ കണ്ട് ആസ്വദിച്ച്. ഇത്തിരി നടപ്പുണ്ട്.
ഇതാണ് നമ്മുടെ ഇടവഴി, റോഡ് വഴി കൂടെ അങ്ങ് പോകും. ഇത് പക്ഷേ ഇതിൻ്റെ 2 സൈഡിലും ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല രസമാണ്. വഴിയൊക്കെ വെച്ച് വല്ലപ്പോഴും ഒരു 1-2 മനുഷ്യരൊക്കെ പോകുന്ന അത്രയേ ഉള്ളൂ, അത്രയ്ക്ക് ആളുകളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള വീഡിയോ. ജസ്റ്റ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണിക്കണ്ട. കൊലകൊലയായിട്ട് നിൽക്കുന്ന പൂക്കൾ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. ഇന്ന് രാവിലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അമ്പലത്തിലോട്ട് പോന്നു. ഉച്ചയ്ക്ക് നേരത്തെ ചെല്ലാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ വെയിലിൻ്റെ ചൂട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ, നടന്നു പോകുമ്പം കുഴയും. അപ്പം വെയിൽ നല്ല ചൂടായിട്ട് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, തണലത്ത് നടക്കുക ഒക്കെ ശ്രദ്ധിക്കണേ. ഹെൽത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ശരി, പിന്നെ കാണാം.